നമസ്കാരം, ഷായാണ്. വളരെ വേദനയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടവകയിൽ നെല്ലിക്കാംപോയി പള്ളിയിലെ സെമിത്തേരിയിലാണ് എൻ്റെ അമ്മേനെ അടക്കിയത്. പൊതു പൊതു സെമിത്തേരി, പൊതുക്കല്ലറയിലാണ് അമ്മേനെ അടക്കിയത്. കാരണം ഞങ്ങൾക്ക് പൈസയില്ല പൊങ്ങച്ച കാണിക്കാൻ വേണ്ടി. അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ദിവസങ്ങളിലും അമ്മയുടെ കല്ലറയിൽ പോയി തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അമ്മ മരിച്ച കാലം മുതൽ. ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ആദ്യം കഴിഞ്ഞ് അമ്മയുടെ കല്ലറയെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം വളരെ വേദന തോന്നി. കാരണം നെല്ലിക്കാംപോയിലെ പള്ളിയിൽ കൊട്ടേഷനിൽപ്പെട്ട 3-4 ആൾക്കാർ, ശരിക്കും അവരെ കൊട്ടേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ, അവർ എൻ്റെ അമ്മയുടെ കല്ലറയുടെ മുകളിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പേരും ജനന തീയതിയും മരിച്ച ഡേറ്റും ചേർത്തൊരു സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദുഷ്ടന്മാർ, കൊട്ടേഷൻ എന്നാണ് പറയുക, ഞാൻ എൻ്റെ ഭാഷ നല്ല ക്രിമിനൽസ് അല്ലെ കൊട്ടേഷൻ. ഇവന്മാർ നോക്കുമ്പോൾ എനിക്കത് വലിയ കഴിവും സാമ്പത്തിക ശേഷിയും വലിയ വീടുമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ദുഷ്ടന്മാരെന്ത് ചെയ്യുന്നു പറയുമോ, ഇവന്മാരിത് എടുത്തു മാറ്റി. വളരെ വേദന തോന്നി. എനിക്ക് ഇവന്മാരോട് പറയാനുള്ള എന്നാണെന്നറിയോ, ഞാൻ കേസ് കൊണ്ടുപോയാൽ നീ ഇതുണ്ടാക്കി തരും എനിക്കറിയാം. പക്ഷെ എന്നോട് ആ തോലാനി ബേബിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല. പിന്നെ നീയൊക്കെ ഒരു കാര്യം ഓർത്തോളൂ, നിൻ്റെയൊക്കെ ആമാശയത്തിനകത്ത് ട്യൂബിട്ടിട്ട് ചെറുകുടലിനകത്തും വൻകുടലിനകത്തും ചുറ്റിക്കെട്ടി ആമാശയത്തിൽ കൂടെ ട്യൂബിട്ട് നീ പുറത്തേക്ക് വെള്ളം ഇറങ്ങി മലന്ന് കിടന്ന് മുകളിലേക്ക് നോക്കി കരഞ്ഞിട്ട് പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ലട നാറി. എൻ്റെ അമ്മയുടെ കല്ലറയുടെ മുകളിൽ സ്റ്റിക്കർ നീക്കല്ലേ എടുത്ത് കളഞ്ഞത്. കാരണം ഞങ്ങൾക്ക് കഴിവില്ല. പണ്ട് മുതൽ അങ്ങനെയാണ്. പണ്ടും എന്നെ വേദനിപ്പിക്കും, ഇന്നും അങ്ങനെയാണ് ചില നാറികൾ. എന്നിട്ട് അവന്മാർ പള്ളിയിൽ നിൽക്കും കൈക്കാരന്മാരായിട്ട്. കൊട്ടേഷൻ ഓർത്ത് വെച്ചോ, നല്ല മരണം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ട്യൂബിട്ട് കിടക്കും, ട്യൂബിട്ട്. ഇതാണ് കത്തോലിക്ക സഭയുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് പലരും വിട്ടുപോകുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ചില വൈദികരും കൈക്കാരന്മാരും കൂടെ ചേർന്നിട്ട് ഒപ്പിക്കുന്ന പണിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവൻ എന്നാത്തിൻ്റെ കഴപ്പിൻ്റെ സൂക്കേട. എൻ്റെ അമ്മയുടെ ശവക്കല്ലറയുടെ മുകളിൽ വെച്ച് ആ സ്റ്റിക്കർ എടുത്തു മാറ്റി എന്നാ സുഖം കിട്ടാനാണ്, എന്നാത്തിൻ്റെ കഴപ്പിൻ്റെ സൂക്കേട. ഇത് കേൾക്കുന്നവർ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇതിൻ്റെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. ഇന്ന് വളരെ വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജീവിച്ചിരുന്നപ്പോഴും സമാധാനം കൊടുത്തില്ല, മരിച്ചപ്പം പോലും ഈ ദുഷ്ടന്മാർ ആ ആത്മാവിന് സമാധാനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാനാണ്. ഇവരോട് ദൈവം ക്ഷമിക്കട്ടെ. ഒരു കാര്യം ഓർത്തോ, നിൻ്റെ വയറ്റിൽ ആമാശയത്തിൽ ട്യൂബിടേണ്ട കാലഘട്ടമായിരിക്കുക, ഓർത്തോ.